സുഹൃത്തുക്കളെ നമസ്കാരം. മണികണ്ഠൻ എന്ന അയ്യപ്പൻ പന്തളം രാജകൊട്ടാരം എടുത്തു വളർത്തി. അദ്ദേഹം ചെറുപ്പകാലം പന്തളം രാജകൊട്ടാരത്തിലായിരുന്നു കഴിഞ്ഞുകൂടിയത്, താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നൊരു ചരിത്രമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഇന്ന് പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമം അവിടെ നടത്താൻ ഏറ്റവും യോഗ്യതയുള്ളൊരു സ്ഥലം പന്തളമാണ്. അതുപോലെ തന്നെ അയ്യപ്പനെ ഇകഴ്ത്തി പറഞ്ഞ് അയ്യപ്പൻ്റെ സന്നിധാനത്തിലെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇടിച്ചു താഴ്ത്തി അവിടെ അതിനെതിരായിട്ട് ആൾക്കാരെ കയറ്റാനൊക്കെ ശ്രമിച്ച സർക്കാരാണ് 2 ദിവസം മുമ്പ് അവിടെ പൊതുഖജനാവിൽ നിന്ന് പൈസ മുടക്കി ഒരു അയ്യപ്പ സംഗമം നടത്തിയത്. അത് എത്രമാത്രം വിജയിച്ചോ ഇല്ലയോ, ക്യാമറ ആയിരുന്നോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ഇവിടെ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടും പന്തളം എന്ന് പറഞ്ഞാൽ അയ്യപ്പനുമായിട്ട് ഏറ്റവും അടുത്ത ഒരു സ്ഥലമാണ്. ആ പന്തളത്ത് നടത്തിയ ആ സംഗമം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്താണ് നടത്തിയത്. 2 ദിവസത്തെ ഗ്യാപ്പിൽ നടത്തിയപ്പോഴത്തേന് ആൾക്കാർ, യഥാർത്ഥ വിശ്വാസികൾ അവിടോട്ട് ഇറച്ചി കയറുകയായിരുന്നു. വിശ്വാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാരും ഇതൊന്നും കൊടുത്തിട്ട്, പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ AC ഉണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ പോകേണ്ടടുത്ത് പോകും. ഇന്ന് യഥാർത്ഥത്തിൽ പന്തളത്ത് സംഭവിച്ചത് വിശ്വാസികളുടെ ഒരു സംഗമമായിരുന്നു. അത് പരിപൂർണമായിട്ട് വിജയിക്കുകയും ചെയ്തു. എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു. നന്ദി, നമസ്കാരം.